100 കോടി മമ്മൂട്ടിക്കില്ല. ശരി തന്നെയാണ്. നസ്ലിൻ നേടി 100 കോടി. എത്ര പടങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ തന്റെ ഹാഷിറും പിള്ളേരും തൂക്കി 100 കോടി. എന്നിട്ടും മമ്മൂട്ടിക്ക് നാണമില്ലല്ലോ ഇങ്ങനെ നടക്കാൻ. ഇതാണ് ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പേര് ചർച്ച ചെയ്യുന്നത്. മമ്മൂട്ടി 100 കോടി ക്ലബിൽ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം. അതിനൊരു മാറ്റം വരുമെന്നുള്ള ഉറപ്പാണ് ഈ വർഷം. സംശയം വേണം. നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളുക. കൃത്യമായ ഡിസ്ട്രിബ്യൂഷനും നല്ല പക്കയായിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ആ സിനിമ ഗംഭീരമായിരിക്കും. നമ്മൾ മമ്മൂട്ടി ചെയ്തേക്കുന്ന ഗംഭീര ക്യാരക്ടേഴ്സ് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരിക്കലും ഒരു ഇന്ത്യൻ സിനിമയിൽ ഈ 2020 മുതൽ 25, 26 എടുക്കുമ്പം ഈ അതിന് മുമ്പുള്ള ചെയ്ത് വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും നോക്കണ്ട. മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും ഇങ്ങോട്ട് മമ്മൂട്ടി 2020 മുതൽ മമ്മൂട്ടി ചെയ്തേക്കുന്ന റോഷാക്കായാലും ഭ്രമയുഗമായാലും ഓസ്കാർ വേദി വരെ പോയി, നൻപകൽ നേരത്ത് മയക്കം, കാതല്, കണ്ണൂർ സ്ക്വാഡ്, ഗംഭീര കഥാപാത്രങ്ങളും ഒരു രക്ഷയില്ലാത്ത ആരും ചെയ്യാത്ത കഥാപാത്രങ്ങൾ. ഇത് നസ്ലിനോ ഹാഷിറിനോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പുതുമുഖങ്ങളല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതൊന്നും ആരെയും കൊണ്ടും പറ്റുന്നല്ല എന്നുള്ള സത്യമാണ്. ഇത് ഒരു നല്ല ഗംഭീര കണ്ടന്റും നല്ല ഗംഭീരമായിട്ട് മമ്മൂട്ടിയുടെ എപ്പോഴത്തെയും എക്കാലത്തെയും നമ്മുടെ ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ടീമാണ്. ഒരു നല്ല പടം കിട്ടിയാൽ നല്ല വൃത്തിയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഇതില്ല. അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ വിഷുമൊക്കെ 100 കോടി വേണമെങ്കിൽ അടിക്കാവുന്ന സിനിമ തന്നെയായിരുന്നു 100%. എന്തായാലും മമ്മൂട്ടിയുടെ പുത്തൻ പടം പെട്രിയോട്ട് ചിലപ്പോൾ 100 കോടി അടിക്കുന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ചുള്ളതല്ല. അതിനുശേഷമുള്ള നിതീഷ് സഹദേവന്റെ പടത്തിൽ നല്ല കിട്ടിലൻ ക്യാരക്ടറാണ്. നല്ല മാസ് ആക്ഷൻ കോമഡി എന്റർടൈനറാണ്. നമുക്ക് സ്പോയിലറാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അതുകൊണ്ടാണ് പറയാത്തത്. എന്തായാലും മമ്മൂട്ടി ഒരു സർക്കസ് പശ്ചാത്തലത്തിൽ വരുന്നൊരു സിനിമയാണ്. മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഒരു രാജമാണിക്യമൊന്നും ആയില്ലെങ്കിൽ പോലും ഒരു പക്ഷേ എല്ലാ തരം ജനങ്ങളെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറായിരിക്കും മമ്മൂട്ടിയുടെ എന്നുള്ളത് സംശയം വേണ്ട. അതിനകത്ത് ഇമോഷനുണ്ട്, ഈ പറഞ്ഞ പോലെ ആക്ഷനുണ്ട്, ഈ പറഞ്ഞ പോലെ കോമഡി എല്ലാം ചേർന്നൊരു പടം. പിന്നെ സുരാജ് ആയാലും ജോജു ആയാലും അങ്ങനെ നല്ല താരനിമിടമായ സിനിമ. എന്തായാലും ഉറപ്പാണ് നിതീഷ് സഹദേവന്റെ പടത്തിൽ മമ്മൂട്ടി ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം പേട്രിയോട്ടിൽ ചിലപ്പോൾ നൽകുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റുമെങ്കിൽ പോലും ഇതെല്ലാം ഉത്തരം നിതീഷ് സഹദേവന്റെ പടത്തിൽ തരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നതിൻ്റെ കഥ പ്ലോട്ട് കേട്ടിടത്തോളം. എന്തായാലും പടം ഇറങ്ങട്ടെ. നമുക്ക് ഈ വർഷം തന്നെ ആ പടം റിലീസുണ്ട്. ഇതിനെല്ലാം കോടി ക്ലബിൽ മമ്മൂട്ടി ഉറപ്പായിട്ട് കയറും. അത് നല്ല ഗംഭീരമായിട്ട് കയറും.